ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 134ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി ദയവായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെൽഫോണിൽ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന ടെലിവിഷനിൽ ഈ പ്രോഗ്രാം കാണുന്നവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു: സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. യുദ്ധ സമാനമായിരിക്കുന്ന യുദ്ധത്തിലൂടെയൊക്കെയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ കടന്നു പോകുന്നത്. അക്രമവും അതുപോലെ തന്നെ അനീതിയും സമാധാനമില്ലായ്മയും എന്ന് ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ള ചിന്തകളിലേക്ക് കൂടെ നടന്നു പോകുന്ന സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രസ്താവനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം വെറുതെ ലഭിക്കില്ല, അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തു അവിടെ വിഭാവന ചെയ്യുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുന്നത്? നമ്മുടെ സംയമനത്തിലൂടെ, നമ്മുടെ അച്ചടക്കത്തിലൂടെ, ഒരുപക്ഷെ നമ്മുടെ മൗനത്തിലൂടെ, ഒരുപക്ഷെ നമ്മുടെ പ്രതികരണം ഇല്ലാത്തതിലൂടെയൊക്കെ ഒരുപക്ഷെ നമുക്ക് ഒരു അന്തരീക്ഷത്തിൽ, ഒരു സാഹചര്യത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മൾ മൗനമായിരിക്കുന്നത് നമ്മൾ മൂഢന്മാരായതുകൊണ്ടല്ല. ഒരിക്കലും ലോകം അങ്ങനെ ചിന്തിക്കുകയില്ല. ഒരുപക്ഷെ മൂഢന്മാർ അങ്ങനെ ചിന്തിച്ചേക്കാം. അവർ മൗനമായിരിക്കുമ്പോൾ, നമ്മൾ മൗനമായിരിക്കുമ്പോൾ നമ്മൾ ഒന്നും അറിയാൻ മേലാത്തവരാണെന്നുള്ള ചിന്ത ഒരുപക്ഷെ മൂഢന്മാരായിരിക്കുന്ന ജനങ്ങൾക്കുണ്ടാക്കാം. എന്നാൽ അർത്ഥഗർഭമായിരിക്കുന്ന മൗനം അത് സമാധാനത്തിന് കാരണമാവുമെങ്കിൽ അങ്ങനെയുള്ളവരെ യേശുക്രിസ്തു തപ്പുന്നു. അവരെക്കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്, അവരെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതം മൂലം, നമ്മുടെ പ്രവൃത്തി മൂലം, നമ്മുടെ പ്രതികരണം മൂലം സമൂഹത്തിന്, കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ സമാധാനം പുലരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ദിവസം അവസാനിക്കാനിരുന്ന അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തൽ അല്പം കൂടെ നീട്ടിയതായി അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു 2 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ അവസാനിക്കേണ്ടിയിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും സമ്മർദ്ദത്തിൻ്റെ ഫലമായി അല്പം കൂടെ വെടിനിർത്തൽ നീട്ടുവാൻ അമേരിക്ക തീരുമാനിച്ചതായി പത്രക്കുറിപ്പ് അദ്ദേഹം അറിയിച്ചു. ചർച്ചകൾ ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്നും മധ്യസ്ഥ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പാകിസ്ഥാൻ ബന്ധങ്ങളും സൂചിപ്പിച്ചു. എന്നാൽ ഓർമേസ് കടലിനിടുക്കിൽ ഉപരോധം തുടരുന്നതിനാൽ ഇപ്പോഴും അവിടെ യുദ്ധസമാനമായിരിക്കുന്ന അന്തരീക്ഷമാണ് ഉള്ളതെന്നാണ് വലിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാധാന ചർച്ചകൾക്കിടയിലും പരസ്പരം ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ അമേരിക്കയും ഇറാനും ഉപയോഗിക്കുന്നതും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എത്രയും വേഗം ആ മേഖലകളിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പോപ്പ് ലിയോ 14 തമ്മിലുള്ള വാക്പോര് അമേരിക്കയിലുള്ള കത്തോലിക്കരുടെയിൽ ഭിന്നത സൃഷ്ടിക്കുന്നതായി വാർത്താ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നെപ്പോളിയൻ ബോണപ്പാർട്ടിന് ശേഷം മറ്റൊരാളും മാർപ്പാപ്പയെ ഇത്ര പരസ്യമായി വെല്ലുവിളിച്ചിട്ടില്ലെന്നാണ് ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അമേരിക്കയിലുള്ള കത്തോലിക്ക മത പുരോഹിതന്മാർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ സംഘർഷം അവസാനിപ്പിക്കുവാൻ, ഈ വാക്പോര് അവസാനിപ്പിക്കുവാൻ മാർപ്പാപ്പ തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഡാളസിൽ വെച്ച് നിര്യാതയായ ശ്രീമതി ഏലിയാമ്മ എബ്രഹാം കുഞ്ഞുമോളുടെ ശവസംസ്കാര ശുശ്രൂഷകൾ നാളെ ശനിയാഴ്ച രാവിലെ 9:30 മണിക്ക് ചിക്കാഗോയ്ക്ക് അടുത്തുള്ള മൗണ്ട് പ്രോസ്പെക്റ്റുള്ള സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ ആരംഭിക്കും. ഉച്ചയോടുകൂടെ നൈൽസിലുള്ള മേരിക്കൽ സെമിത്തേരിയിൽ ശവസംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുമെന്ന് കുടുംബ വൃത്തങ്ങൾ അറിയിച്ചു. ഇൻ്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിലാണ് ശുശ്രൂഷകൾ നടക്കുന്നത്. ശ്രീ എബ്രഹാം കുര്യനാണ് ഭർത്താവ്. ലിൻഡ, ലീന, ലാൻസ് എന്നിവരാണ്
മക്കൾ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് വീണ്ടും ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അനുസ്മരണങ്ങളും ഈ സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. അടുത്ത ജൂലൈ മാസം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് PCNAC കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി 50 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ചിക്കാഗോയിൽ ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ചയോടെ സമാപിച്ചു. പ്രശസ്ത സുശേഷ പ്രസംഗികയും പ്രവർത്തകയുമായ സിസ്റ്റർ സാറ കോവൂരിൻ്റെ നേതൃത്വത്തിലാണ് ചിക്കാഗോയിൽ ഈ പ്രാർത്ഥന 50 മണിക്കൂർ നീണ്ടുനിന്ന പ്രാർത്ഥനാ സമ്മേളനം നടന്നത്. ഡോക്ടർ ജോനാഥൻ ജോർജ് പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകി. ഷിക്കാഗോയിൽ നിന്നും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തിച്ചേർന്ന പ്രാർത്ഥനാ സഹകാരികൾ തുടർച്ചയായി 50 മണിക്കൂറുകളാണ് PCNACൻ്റെ പ്രവർത്തനത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തിയത്. 40ാമത് PCNACനോടനുബന്ധിച്ച് ഒരു സുവനീർ പ്രസിദ്ധീകരിക്കുന്നതായി അതിൻ്റെ പ്രവർത്തകർ അറിയിക്കുന്നു. ഈ സുവനീറിൽ പ്രസിദ്ധീകരിക്കാനുള്ള നിങ്ങളുടെ രചനകൾ മെയ് മാസം 20-നകം ചീഫ് എഡിറ്ററുടെ അരികിൽ എത്തിക്കണമെന്ന് അറിയിക്കുന്നു. ചീഫ് എഡിറ്റർ പാസ്റ്റർ തോമസ് മുല്ലക്കൻ ആണ്. അതിൻ്റെ പബ്ലിഷറായി കുര്യൻ ഫിലിപ്പും പ്രവർത്തിക്കുന്നു. PCNAC souvenir 2026@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ രചനകൾ അറിയിക്കണമെന്ന് അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. PCNACൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെയും എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ 7:30 മണി വരെയും പ്രത്യേക പ്രാർത്ഥനാ യോഗങ്ങൾ നടന്നു വരുന്നു. അതുകൂടാതെ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ചയും ആദ്യത്തെ ബുധനാഴ്ചയും ഒക്കെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു വരുന്നു. PCNAC കോൺഫറൻസ് ഷിക്കാഗോയിലുള്ള ഷാംബർഗ് എന്ന സിറ്റിയിൽ നടക്കുവാൻ ഇനി ഏകദേശം 74 ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടന്നു വരുന്ന ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് എൻ്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. അപ്പോൾ തന്നെ രജിസ്ട്രേഷൻ തുടരുന്നു. ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യുവാനും മീറ്റിംഗ് നടക്കുന്ന ഹോട്ടലുകളിലും അല്ലെങ്കിൽ അതിൻ്റെ പരിസര ഹോട്ടലുകളിൽ താമസിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണെന്ന് PCNACൻ്റെ സംഘാടകർ അറിയിക്കുന്നു. ഈ സമ്മേളനങ്ങളിൽ സുപ്രസിദ്ധ സുശേഷ പ്രാസംഗികരായിരിക്കുന്ന ഡോക്ടർ സതീഷ് കുമാർ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചിലെ പാസ്റ്ററാണ് ഡോക്ടർ സതീഷ് കുമാർ. ഹൈദരാബാദിലുള്ള ചർച്ചാണ്. അദ്ദേഹം ഒരു IT ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ സുശേഷ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹത്തെ ദൈവം വിളിച്ചത് നിമിത്തം അദ്ദേഹം ആരംഭിച്ച സഭയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി വരുന്ന ഒരു വലിയ ക്രൈസ്തവ സഭയാണ് ഹൈദരാബാദിലുള്ള കാൽവറി ടെമ്പിൾ. ആ സഭയുടെ മുഖ്യ പ്രാസംഗികനായിരിക്കുന്ന സീനിയർ പാസ്റ്ററായിരിക്കുന്ന അദ്ദേഹം ഷിക്കാഗോയിൽ നടക്കുന്ന PCNAC കോൺഫറൻസിൽ വന്ന് സംബന്ധിച്ച് ദൈവവചനം സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തോട് ഒപ്പം ബാംഗ്ലൂരിൽ നിന്ന് പാസ്റ്റർ ജോ തോമസ് ഉണ്ടായിരിക്കും. സഹോദരി സമാജത്തിന് വേണ്ടിയിട്ട് അവരുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡോക്ടർ ആനി ജോർജ്, അതുപോലെ തന്നെ ജൂഡി പട്ടാശ്ശേരിൽ എന്നിവർ ദൈവവചനം സംസാരിക്കുന്നതാണ്. ഇതുപോലെ നിരവധി പ്രാസംഗികർ ഇംഗ്ലീഷ് സെഷനിലും ലേഡീസ് സെഷനിലും ജനറൽ മലയാളം സെഷനിലും പ്രസംഗിക്കുന്നതിനുള്ള ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതാണ്. PCNACന് വേണ്ടി വന്ന് പങ്കെടുക്കുവാൻ ദയവായിട്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്തതിൽ പങ്കെടുക്കണമെന്ന് അതിൻ്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. IPC ഈസ്റ്റേൺ റീജിയൻ ലീഡർഷിപ്പ് സെമിനാർ ജൂൺ മാസം 27-ാം തീയതി രാവിലെ 9 മണി മുതൽ 4 മണി വരെ ന്യൂയോർക്കിൽ വെച്ച് നടക്കും. ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റിയുടെ മുൻ ഡീൻ റവറൻ ഡോക്ടർ തോംസൺ K. മാത്യു മുഖ്യ പ്രഭാഷണം നൽകും. IPC ഈസ്റ്റേൺ റീജിയന് പാസ്റ്റർ E.T. എബ്രഹാം, പാസ്റ്റർ ജേക്കബ് ജോർജ്, പാസ്റ്റർ ജോൺസൺ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകുന്നു. ഈ സമ്മേളനത്തിലേക്ക് എല്ലാ ദൈവദാസന്മാരെയും വിശ്വാസികളെയും ക്ഷണിക്കുന്നതായി റീജിയൻ ഭാരവാഹികൾ അറിയിക്കുന്നു. ഈസ്റ്റേൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ 2026 ഭാരവാഹികളായി പാസ്റ്റർ ബൈജു തോമസ് പ്രസിഡൻറ്റ്, പാസ്റ്റർ ജോൺ സൈമൺ വൈസ് പ്രസിഡൻറ്റ്, ബ്രദർ അജി ഇടിക്കുള സെക്രട്ടറി, ജോൺ മാത്യു ട്രഷറർ, ജോയ് തുമ്പമൺ മീഡിയ കൺവീനർ എന്നിവരെ കഴിഞ്ഞ ആഴ്ചയിൽ ചേർന്ന സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ഷിക്കാഗോ ലാൻഡ് ഗോസ്പൽ ചാപ്പലിൻ്റെ ആഭിമുഖ്യത്തിൽ നാളെ ശനിയാഴ്ച രാവിലെ ഏപ്രിൽ 25-ന് ശനിയാഴ്ച രാവിലെ 10:30 മണി മുതൽ ഒരു പ്രത്യേക സമ്മേളനം നടത്തപ്പെടുന്നതാണ്. കാർപ്പൻറ്റേഴ്സ് വില്ലിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ബാംഗ്ലൂർ സയാക്സിലെ സെൻറ്റർ ഫോർ വുമൺ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ സിസ്റ്റർ ഡോക്ടർ ആനി തോമസ് മുഖ്യ പ്രാസംഗികയായിരിക്കും. ഈ സമ്മേളനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നോട്ടീസിലുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡാളസ് ഫിലദൽഫിയ ചർച്ചിൻ്റെ പുതിയ ചർച്ച് ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം
നാളെ പകൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഡാളസിൽ വെച്ച് നടക്കും. ആദ്യത്തെ ആരാധന ഈ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സഭയിലുണ്ടായിരിക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ റവറൻറ്റ് PC ജേക്കബ് അറിയിക്കുന്നു. ഖത്തർ മലയാളി പെൻഡക്കോസ്റ്റൽ കോൺഗ്രിഗേഷൻ്റെ പുതിയ ഭാരവാഹികളായി പാസ്റ്റർ PV ഉമ്മൻ പ്രസിഡൻ്റായും കെൻ അൽഫോൺ സെക്രട്ടറിയായും ജോയിൻറ്റ് സെക്രട്ടറിയായി ബിജോയ് K ജോയിയെയും തെരഞ്ഞെടുത്തു. IPC കേരള സ്റ്റേറ്റ് സഭകളിലെ സഭാ ശുശ്രൂഷകന്മാരുടെ അംഗീകരിക്കപ്പെട്ട സ്ഥലം മാറ്റം മെയ് മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. സ്ഥലമാറ്റ ഓർഡറുകൾ ലഭിച്ച ദൈവദാസന്മാർ മെയ് മാസം 3-ന് പുതിയ സഭകളിൽ ചാർജ് എടുക്കണമെന്നാണ് IPC കേരള കൗൺസിൽ പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ്, സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ കൊന്നനിക്കൽ എന്നിവർ ഒരു അറിയിപ്പിൽ പറയുന്നു. കേരളത്തിൽ കൊട്ടാരക്കരയിൽ മതപരിവർത്തനം ആരോപിച്ച് ചില വർഷങ്ങൾക്ക് മുമ്പ് കേസിൽ പ്രതികളാക്കിയ പാസ്റ്റർമാരായ ബിജു, പീറ്റർ, ജോയ് എന്നിവരെ കൊട്ടാരക്കര ജുഡീഷ്യൽ കോടതി വെറുതെ വിട്ടു. 2016 ഓഗസ്റ്റ് 16-നാണ് ഇവർക്കെതിരെ ആരോപണമുണ്ടായത്. ഹൈന്ദവ ഭവനങ്ങളിൽ ഇടിച്ചു കയറിയെന്നും ഹൈന്ദവ ദൈവങ്ങളെ അപമാനിച്ചുവെന്നും ആരോപിച്ചാണ് ഇവർക്കെതിരെ കേസുകൾ കൊടുത്തത്. എന്നാൽ കേസ് പരിഗണിച്ച ജുഡീഷ്യൽ കോടതി ഇവർക്കെതിരായിരിക്കുന്ന തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചിട്ടില്ല എന്ന പരാമർശത്തോടെയാണ് ഇവരെ വെറുതെ വിട്ടത്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസ് ആൻഡ് കാനഡയുടെ ഏകദിന സമ്മേളനം മെയ് മാസം 2-ാം തീയതി ശനിയാഴ്ച ബ്രാൻഡ്ഫോർഡിൽ വെച്ച് നടക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ടിങ്കു തോമസ്, പാസ്റ്റർ സന്തോഷ് തരിയൻ, പാസ്റ്റർ എബിൻ അലക്സ്, പാസ്റ്റർ സാം ചാൾസ്, പാസ്റ്റർ ടൈറ്റസ് ജോർജ്, സിസ്റ്റർ മിനി തരിയൻ എന്നിവർ ദൈവവചനം സംസാരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ്. യൂറോപ്യൻ മലയാളി പെൻഡക്കോസ്റ്റൽ കമ്മിറ്റി EMPCയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ 3-ാമത്തെ വാർഷിക സമ്മേളനം മെയ് മാസം 29-30 തീയതികളിൽ UK-യിലെ മാഞ്ചസ്റ്ററിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സുരേഷ് ബാബു മുഖ്യ പ്രാസംഗികനായിരിക്കും. ബാംഗ്ലൂർ വിക്ടറി അസംബ്ലീസ് ഓഫ് ഗോഡിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. പാസ്റ്റർ ഡോക്ടർ രവി മണി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നു. പുനലൂർ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു. ഏകദേശം 35ഓളം പേർ ബിരുദ പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ക്രെഡൻഷ്യൽസും സൂപ്രണ്ട് റവറൻഡ് ഡോക്ടർ TJ ഷാമുൽ വിതരണം ചെയ്തു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവാനുഗ്രഹ സമ്പൂർണ്ണമായിരിക്കുന്ന ഒരാഴ്ച ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ജന്മനാടായിരിക്കുന്ന കേരളത്തിൽ അതിഗംഭീരമായിരിക്കുന്ന ചൂടിൽ വേനലും അതിൻ്റെതായിരിക്കുന്ന പ്രത്യാഘാതങ്ങളിൽ ജനങ്ങൾ വലയുന്നതായിട്ടുമാണ് നമുക്ക് റിപ്പോർട്ട് ലഭിക്കുന്നത്. പലരും സൂര്യാഘാതത്തിൽ ചില മരണങ്ങൾ സംഭവിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ പലർക്കും വെളിയിലേക്ക് ഭവനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ വേനൽ ചൂട് അനുഭവപ്പെടുന്നു. നമ്മൾ ആ രാജ്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിരവധി ആപത്തുകളും അനർത്ഥങ്ങളും അപകടങ്ങളുമൊക്കെ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു. വേനൽ ചൂടിൽ വിഷപ്പാമ്പുകളുടെ കടിയേറ്റ ഇതിനോടകം തന്നെ 2-3 പേര് കേരളത്തിൽ മരിച്ചതായി വാർത്തകൾ വരുന്നു. പലവിധമായിരിക്കുന്ന അക്രമങ്ങളും അസമാധാനങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഈ പ്രത്യേക എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവാനുഗ്രഹ സമ്പൂർണ്ണമായിരിക്കുന്ന സമാധാനപൂർവ്വമായിരിക്കുന്ന ഒരാഴ്ച ആശംസിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.